20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. 325. എന്നാൽ ഈ കസ്റ്റമറിന് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഏറ്റവും ചീപ്പ് വിലക്കാണ്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഇത് 35 റുപ്യക്ക് കൊടുക്കാം. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഇതൊരു 50ന്റെ ചോടെ ഓടിയതുള്ളൂ. ചെറിയ കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഒക്കെ 35 റുപ്യക്ക് മോട്ടോർ സൈക്കിൾ വരെ കിട്ടൂല. 90ന്റെ 6-7 വണ്ടിയുണ്ട്. എല്ലാ 10,000-ത്തിലും സർവീസുള്ള വണ്ടിയാണ്. കിലോമീറ്റർ കുറക്കെ പിടിക്കുക, അതിനൊന്നും കഴിയൂല. ഇത് 2,70,000 റുപ്യാണ് നമ്മൾ ചോദിക്കണത്. ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കാം. 10 റുപ്യ ഇറക്കാം. ഉദ്ദേശത്തോട് കൂടിയിട്ട് ലാഭം എടുക്കാതെ കൊടുക്കണം. 1,80, 1,70 വരെ ലോൺ കിട്ടും. അപ്പൊ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ എയർ ബാഗ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടൂല. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മള് ബഡ്ജറ്റ് കാറുകൾ നോക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചെറിയ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല കളക്ഷനൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 7 സീറ്ററുകൾ ചെറിയ ബഡ്ജറ്റിലുണ്ട്. നാനോ, ഓൾട്ടോ, ഐട്ടൺ, പോളോ, എത്തിയോസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബിസ്മിയിലാണ്, ബഷീർ ഖാൻ്റെ അടുത്താണ്. ബഷീർ ഖാൻ നമ്മളെ ബിസ്മി യൂസുകാസിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയില് താനൂരിന്റെ പരപ്പനങ്ങാടിന്റെ നടുവില് ഓലപ്പീടിക. മലപ്പുറം ജില്ലയില് താനൂരിൽ നിന്ന് വരുന്നവർക്കും പരപ്പനങ്ങാടി ഇറങ്ങിയാലും മതി. കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് പരപ്പനങ്ങാടി ഇറങ്ങിയാൽ മതി. 3 കിലോമീറ്റർ തീരദേശ ഹൈവേ. അപ്പോൾ നമുക്ക് തീരദേശ ഹൈവേ ആണ് വരുന്നവർക്ക്. ഇന്നിപ്പോൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വളരെ തൊട്ടടുത്താണ്. 1.5 കിലോമീറ്റർ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡെയിലി യൂസിന് നല്ല മൈലേജും കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് സിംഗിൾ ഓൺഷിപ്പിലുള്ള ഒരു ഡീസൽ റിഡ്സ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണോ? ZD അല്ലേ, അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇവിടെ തന്നെ ഇറങ്ങിയ വണ്ടിയാണ്. തിരൂരങ്ങാടിയിൽ 2012 മോഡലാണ്, 13 മോഡലാണ്. 13 രജിസ്ട്രേഷൻ, 3 മാസം വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ റീപ്ലേസ് ഇല്ല, മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മിറേഴ്സ്, കമ്പനി അലോയ്സ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റിയറിൽ വൈപ്പർ, സ്പോയിലർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2012-13 ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ ന്യൂ ഫേസിലൊക്കെ വരുന്ന വണ്ടിയാണ്. 20 മൈലേജൊക്കെ ലോങ് ഡ്രൈവിൽ 18 മുതൽ 20 വരെ മൈലേജും കിട്ടും. സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലേ. കിലോമീറ്റർ ഒരു 190 ഓടിക്കും. 190 ജെനുവിൻ ഓട്ടാണ്. എല്ലാ 10,000-ത്തിലും സർവീസുള്ള വണ്ടിയാണ്. കിലോമീറ്റർ കുറക്കെ പിടിക്കുക, അതിനൊന്നും കഴിയൂല. ചെയ്തിട്ടില്ല. ഇത് 2,70,000 റുപ്യാണ് നമ്മൾ ചോദിക്കണത്. ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കും ചെയ്യാം അല്ലേ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ഇതിന് 2 റുപ്യ മിനിമം കിട്ടും. നമുക്ക് ലോണും ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നവർക്ക് ഡാഡ്സന്റെ ഒരു റെഡിഗോ അല്ലേ. സിംഗിൾ ഓൺഷിപ്പ്. എത്ര കിലോമീറ്റർ കൂടി? 80 ഓടിയ AC പോസ്റ്ററിങ് മാത്രമുള്ള വണ്ടിയാണ്. നമ്മൾ 1,70 ആയിരുന്നു ഇവിടെ ചോദിച്ചത്. ഇപ്പോ വണ്ടികളൊക്കെ 5ഉം 10ഉം 20ഒക്കെ കുറച്ച് കൊടുക്കാണ്. ഇത് 1,60 കൊടുക്കാം. 1,60 അല്ലേ. ഇത് നമുക്ക് ട്രാക്ക് ഒക്കെ ഫുൾ ഓൺ ചെയ്തൂടെ? ഒരു 1.5 വരെ ലോൺ കിട്ടും. അപ്പൊ ഒരു 16,60 കിട്ടും. ഓക്കെ. അപ്പൊ അതാണ് ട്രാക്ക് ഉണ്ടെങ്കിൽ 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ അത്യാവശ്യം നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത് അതിന്റെ തന്നെ നമുക്ക് അത്യാവശ്യം സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് ഉണ്ട്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. കിലോമീറ്റർ ഇത് എത്രയായിരുന്നു? ഇത് കിലോമീറ്റർ 80. റീപ്ലേസ് ഒന്നും ഇല്ല അല്ലേ. ഇതും നമ്മളിപ്പോ ഇയർ എൻഡും എല്ലാം കൂടി ആയിട്ട് ഒരു 1,80 കൊടുക്കാം. 2 റുപ്യ ചോദിച്ച വണ്ടിയാണ്. വണ്ടി വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ലാഭം എടുക്കാതെ കൊടുക്കണം. 1,80, 1,70 വരെ ലോൺ കിട്ടും. അപ്പൊ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ എയർ ബാഗ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടൂല. അടുത്തൊരു ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഒരു ഓൾട്ടോ ഉള്ളൂ. 2009 മോഡൽ. ഓൾട്ടോ വരാറുണ്ട് എപ്പോഴും 4 വിറ്റതാ. ഇത് 90 റുപ്യക്ക് നമുക്ക് പുതിയ 2029 പേപ്പറുള്ള വണ്ടിയാണ്. അപ്പൊ പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. AC പോസ്റ്ററിങ് ഒക്കെ വരുന്ന വണ്ടി. അത്യാവശ്യം ടയേഴ്സ് വെറും 90 രൂപക്ക് നമുക്ക് ഈ ഒരു വാഹനം ചെയ്യാന്നുള്ളതാണ് നല്ലൊരു അട്രാക്ഷൻ. നല്ല വണ്ടി, ചെറിയൊരു നല്ലൊരു ഫാമിലി കാർ അല്ലേ. 90 റുപ്യക്ക് നല്ല മൈലേജും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ടാറ്റന്റെ ഒരു ടാറ്റ ഇൻഡിക്ക വിസ്ത. 11 മോഡല്, 12 രജിസ്ട്രേഷൻ, ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് നമുക്കൊരു 1 ഉറുപ്പ്യ ചോദിക്കണത്. നല്ലൊരു
90 റുപ്യക്കാൽ കൊടുക്കാം. കൊടുക്കാൻ പറ്റും. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി Yes. 90,000 എഞ്ചിനാണ് നമ്മൾ 11 മോഡല് 12 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാർട്ടർ ജെറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് കോട്ടജെറ്റ് എഞ്ചിനാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ബാക്കിൽ വൈഫറൊക്കെ ഉള്ള ഏറ്റവും ടോപ്പ് ലോഡ് ഓറയാണ്. ഏകദേശം 1 കിലോമീറ്റർ 1 ലക്ഷം ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് 90 റുപ്യ ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. അത്ര കഴിയുള്ളൂ. 1 റുപ്യ ചോദിക്കണത്. ഒരു 18-20 മൈലേജും കിട്ടൂല. കിട്ടും. 90ന്റെ 6-7 വണ്ടി ഉണ്ട്. എല്ലാം കാണിച്ചു കൊടുക്കാം. ഒക്കെ 90 ഫൈനൽ ആക്കിയതാണ്. 90 രൂപയ്ക്ക് ഒരു 6 വണ്ടികൾ. റിനോൾട്ടിന്റെ വണ്ടി പൾസ് ഫുൾ ഓപ്ഷൻ, ഡീസൽ സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ റെനോ പൾസ് ആണ്. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ്. ഏകദേശം 24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നിസാലിന്റെ മൈക്രോന്റെ സെയിം റീബാഡ്ജിങ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 12 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല വണ്ടിയാണ്. ഇത് 2,25,000 റുപ്യാണ് പാർട്ടി ചോദിക്കണത്. നമ്മളതല്ല, പാർട്ടിന്റെ വണ്ടിയാണ്. നമ്മളെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. തട്ടില മുട്ടില ഒന്നുമില്ല. ചെറിയൊരു പാർട്ടിക്കാർക്ക് ഒരു ആൾട്ട് കൊണ്ടുകൊടുക്കാം. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. അതാണ് ഗുണം. 20-ന് മേലെ മൈലേജ് കിട്ടും. ചോദിക്കണത്. എങ്കിലും കച്ചവടത്തിന്റെ ലെവൽ വരുമ്പോൾ നമുക്ക് പാർട്ടിനെ സംസാരിച്ചിട്ട് മാക്സിമം ഒരു മര്യാദ വില കിട്ടിയാൽ കൊടുക്കും. ഇത് 2.25 അവർ ചോദിക്കണത്. പക്ഷെ അവർ ജെന്യൂൻ ഉപയോഗിക്കണ വണ്ടി അതിനെ കൊണ്ടിട്ട് വണ്ടി എല്ലാം മെക്കാനിക്കലും സൂപ്പറാണ്. പിന്നെ കച്ചവടത്തിന് വരുമ്പോൾ 2.25 ചോദിച്ചാലും ചെറുതായിട്ടൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. 12 മോഡല് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. റീനോട്ടിന്റെ അതായത് മൈക്രോന്റെ സെയിം സെഗ്മെന്റ് വരുന്നതാണ്. റീബാഡ്ജിങ് ആണ് കേട്ടോ. അത് നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിലുള്ള 7 സീറ്റർ നോക്കുന്നവർക്ക് ഡാൻസിന്റെ റെഡി ഗോ പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാഷ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ഗോൾഡ് കളർ വണ്ടി ഇട്ടിരുന്നു. അത് ഒരൊറ്റ ആഴ്ച തന്നെ പോയി. ഒരു റീപ്ലേസും ഇല്ല. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി വാങ്ങിയതാണ്. മൈലേജും കിട്ടും. 2.40 കിട്ടിയാൽ കൊടുക്കാം. ചിലപ്പോൾ നല്ല കസ്റ്റമർ വരണ്ട്. 7 ആൾക്ക് ചെറിയ ഫാമിലിക്ക് പോകാം. നല്ല മൈലേജും ഉണ്ട്. നിസാന്റെ വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല. 80 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ ഭാഗം ഉണ്ട്. നല്ല ഇത് കഴുകിയിട്ടില്ല. ബോഡിയൊക്കെ നല്ല ഫിനിഷ്. പൊടിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ളൂ. പൊടിയുണ്ട്. കഴുകണ ആള് ഇല്ലാത്തോണ്ടിട്ടുള്ള ഒരു ഇതാണ്. നല്ല വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. 2015 മോഡലാണ്. ലാസ്റ്റ് കച്ചവടത്തിന് ഇരിക്കുമ്പോൾ 10 രൂപ കുറച്ച് കൊടുക്കാം. 2.30 കൊടുക്കാം. 2.30 ഒരു 2 രൂപ ലോണും ചെയ്യാം. 2 രൂപ ലോൺ ചെയ്യാം. ഓക്കെ, ഒരു 10-30 രൂപ സുഖമായിട്ട് നമുക്ക് 7 സീറ്റ് ഇറക്കാം. നല്ല എഞ്ചിനും കാര്യങ്ങളും എല്ലാം ആണ്. വണ്ടിക്ക് ഒരു അപാകതയില്ല. അത്ര ഗ്യാരണ്ടി 7 സീറ്റ് ഗ്യാരണ്ടി കൊടുക്കാം. 7 സീറ്റ് ചോദിക്കുന്നവർക്ക് ധൈര്യത്തിൽ കൊടുക്കാം. അടുത്തവണ വീണ്ടും നമുക്കൊരു ഐട്ടണ് 2009 മോഡലാണ്. 4 ടയർ പുതിയതുണ്ട്. ഇൻഷുറൻസ് ഇന്നലെ പുതുക്കി പുതിയതെടുത്തു. നമുക്ക് ഇതൊക്കെ ഒരു ഉറുപ്പ്യ 1.20 ചോദിച്ചതാണ്. ഇപ്പൊ 90 കൊടുക്കാം. ഇത് വീണ്ടും നമുക്ക് 90 രൂപയ്ക്ക് അടുത്തൊരു വണ്ടി. അതേമാതിരി ഡീസലിന്റെ ഇതേ കമ്പനി. ഇതും 2009 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. ഒരു റീപ്ലേസോ കാര്യം ഒന്നുമില്ല. ഓണർഷിപ്പ് പിന്നെ ഒരു 6 ആളേക്കണ്. അലേവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസല് 90 രൂപ. ഏകദേശം ഒരു 20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എവിടുന്നും 90 കിട്ടൂല. 90 രൂപ നമ്മൾക്ക് ഒരു 6-7 വണ്ടി ഉണ്ട് കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തില് കൊടുക്കുകയാണ്. കൊറോള അല്ല, ഇത് കൊറോള പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. നമ്മൾ 1.60 70 ചോദിച്ചാണ്. ഇപ്പൊ 1.40 പുതിയ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കാം. CNG ഉള്ള വണ്ടിയാണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. 1.40 നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 20 രൂപ ഇപ്പൊ കുറച്ചിട്ട് ഉള്ള റേറ്റ് ആണ്. 1.40 അല്ലേ. അതൊരു ഫോക്സ് വാഗന്റെ പോളോ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡല് ലോക്കാണ്. സെക്കൻഡ് ഓണർ. ഒരു 1.5 ഏകദേശം ഓടിക്കണേ. നമ്മള് 2.60 ചോദിച്ചേ. ഇപ്പൊ 2.5 രൂപ കൊടുക്കാം. 2.30 വരെ ഏകദേശം ലോൺ കിട്ടും. അപ്പൊ 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. അതും ഡീസൽ വണ്ടിയാണ്. വിത്ത് ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടി. മോഡൽ പറഞ്ഞ 2013 മോഡൽ അല്ലേ. അടുത്ത നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്ക് ഒരു നാനോ വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2011 മോഡല്. ഇത് പഠിക്കണവർക്കെല്ലാം പറ്റും. ഈ കൊല്ലം പേപ്പർ വരുന്നുണ്ട്. ഇത് 35 രൂപയ്ക്ക് കൊടുക്കാം. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഇതൊരു 50ന്റെ ചോടെ
ഓടിയതുള്ളൂ. ഓക്കെ, ചെറിയ കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഒക്കെ 35 ഉറുപ്പ്യക്ക് മോട്ടോർ സൈക്കിൾ വരെ കിട്ടൂല. ഓക്കെ, അപ്പൊ നമുക്കൊരു ബൈക്കിന്റെ ഒക്കെ പ്രൈസിന് കുറച്ചിട്ട് നമുക്ക് ഈ 35 ഉറുപ്പ്യക്ക് കൊടുക്കാം. 35 തുരുമ്പൊന്നുമില്ല, ഒന്നുമില്ല. അത് 50,000 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, അതൊരു ഐട്ടാണ് അല്ലേ? 2009 മോഡലാണ്. ഇത് ചെറിയ പൈസക്ക് ഓട്ടോമാറ്റിക് ചോദിക്കുന്നവർക്ക് നമുക്കൊരു 1.30 കൊടുക്കാം. അപ്പൊ ഓട്ടോമാറ്റിക് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് വണ്ടി ചോദിക്കുന്നവർക്ക് 1.30 കൊടുക്കാം. കാപ്പാഞ്ചില് വരുന്ന ഒരു ഐട്ടാണ് കേട്ടോ. അടുത്ത് വീണ്ടും നമുക്ക് ഒരു ഇതൊരു 85-90 ഒക്കെ നമ്മൾ ചോദിച്ച് നമ്മുടെ വിറ്റ് പോണ വണ്ടിയാണ്. ഇപ്പൊ 70,000 ഉറുപ്പിക കൊടുക്കും. ഇത് ഡീസലാണ്. 12 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 12 മോഡല്. ഇതൊക്കെ ചെറിയ വിലക്ക് കൊടുക്കാനുള്ള കാരണം ചെറിയ ചെറിയ വണ്ടിയൊക്കെ വിറ്റ് ഒഴിവാക്കാണ്. എന്നിട്ട് കുറച്ച് മോഡൽ കൂടിയ വണ്ടി എടുക്കണമെന്നാണ് ഇനി ഇവിടെ നാട് താല്പര്യം. അടുത്ത നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ i20 ആണ്. 2010 മോഡലാണ്. ഡീസലാണ്. മൈലേജ് ഒക്കെ ഒന്നിന്റെ മേലെ ഓടിക്കണേ. ഇതൊരു 1.25 കിട്ടിയാൽ കൊടുക്കും. അപ്പോൾ സാധാരണ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല സ്പേസസ് ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്, ആസ്തയാണ്. i20 ഫസ്റ്റ് ജനറേഷന് 20 മൈലേജും കിട്ടൂല. ഫൈനൽ റേറ്റ് 1.25 അല്ലേ? അടുത്ത് ഷെവർലേന്റെ ഒരു സ്പാർക്കാണ്. ഇതിന് പല പ്രത്യേകതകളുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. പിന്നെ ആരും പറഞ്ഞ വിശ്വസിക്കൂല. നല്ല സെറ്റ് ഉണ്ട്. 60,000 ഓടിയ ഒരു റീപ്ലേസും ഇല്ലാത്ത പിന്നെ ടയർ ഭാഗം എല്ലാം ഉണ്ട്. നമുക്കൊരു 60 ഉറുപ്പ്യക്ക് AC പോസ്റ്ററിങ്ങും ഉള്ള വണ്ടി കൊടുക്കാം. ഒറിജിനൽ മെയിൻ ക്ലാസ് ആണ്. ഇത് 60,000 ഉറുപ്പ്യ കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഇത്രയും കാലമായിട്ട് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 2029 ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടി അല്ലേ? നമുക്ക് 60 രൂപ ചെയ്യാൻ പറ്റും. അടുത്ത് വീണ്ടും നമുക്കൊരു ടാറ്റ ഇൻഡിക്ക തന്നെയാണ്. ഇതും 90-ൽപ്പെട്ട 6 വണ്ടിയില്ലേ? ആ വണ്ടിയാണ്. പേപ്പർ പുതിയ പേപ്പർ എടുത്ത 2010 വണ്ടി. 2010 വണ്ടി പുതിയ 5 വർഷത്തിന് പേപ്പർ എടുത്തിങ്ങനെ. ഡീസലാണ്. ടോപ്പ് ലോഡാണ്. നല്ല വണ്ടിയാണ്. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. 90 ഉറുപ്പ്യക്ക് ഒരു പാർട്ടിക്ക് ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ വലിയൊരു വണ്ടി. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. ബഡ്ജറ്റ് പ്രൈസിലൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. റെഡ് ഫിനിഷിംഗ് ആണ്. 2010 ആണ്. പെട്രോൾ ആണ്. VXI ആണ്. പിന്നെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിരിക്കും. 5 വർഷം പേപ്പർ എടുത്ത വണ്ടിയാണ്. പേപ്പർ എടുത്ത വണ്ടിയാണ് എടുക്കുന്നത്. ഇതൊരു 1.60 ആണ് നമ്മൾ ചോദിക്കുന്നത്. കച്ചവടത്തിന്റെ ലെവലിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കുറക്കാം. അപ്പോൾ എല്ലാം അത്യാവശ്യം എല്ലാ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്. പ്രൈസ് പറഞ്ഞത് നമുക്ക് 1.60 അല്ലേ? ചെറുതായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത നിസാന്റെ സണ്ണിയാണ്. ഇത് 13 മോഡലാണ്. പിന്നെ റീപ്ലേസോ കാര്യമൊന്നുമില്ല. ജനുവരി 1.40 ഓടിക്കണേ. പിന്നെ ഇൻഷുറൻസ് 2.40 ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. XV ആണല്ലേ ഇതിന്റെ 13 ഡിസംബർ വണ്ടി കേട്ടോ. അപ്പൊ ഇതില് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. അവർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം എല്ലാ വണ്ടി എടുത്താൽ മതി. ഇതേപോലെ 2.40 ചെയ്യാം. ഏകദേശം 2.40 തന്നെ 2 രൂപ ലോൺ കിട്ടും. ഉറപ്പാ. അപ്പൊ 40 രൂപ വണ്ടി ഇറക്കാം. ഡീസൽ ഒരു 22 മൈലേജ് കിട്ടും. ഏറ്റവും ടോപ്പ് ലോഡ് XV ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ചെയ്തത്. അടുത്ത് കൊമേഴ്ഷ്യൽ അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 13 മോഡൽ ഈക്കോ. AC ഉള്ള വണ്ടിയാണോ അതോ എല്ലാവരും AC ഉള്ളത്? എല്ലാവരും ചോദിക്കുന്ന വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ ആണ് ഇത് ഓടിക്കണത്. പിന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാ നിലക്കും ചെറിയ ഉപയോഗക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. ഇത് നമ്മൾ 2.25 ചോദിക്കണത്. എന്തായാലും കച്ചവടത്തിന് ഇരിക്കുമ്പോൾ 2.20 കൊടുക്കാം, ചെയ്യാൻ പറ്റും. ലോൺ നമുക്ക് എത്ര? ലോൺ ഒരു 1.70 വരെ കിട്ടേണ്ടതാണ്. നല്ല കസ്റ്റമറാണ്. 1.25 കിട്ടും, ചെയ്യാൻ പറ്റും. അടുത്ത നമുക്കൊരു ടൊയോട്ട കൊറോള ഓൾട്ടിസ് ആണ്. ഇത് ഒറിജിനൽ കേരളം തന്നെയാണോ? ഇത് 2013 നമ്പറായ വണ്ടിയാണ്. ഇത് നമ്മൾ ആദ്യം 3.25 ചോദിച്ച്, പിന്നെ 3.5 ചോദിച്ച്. ഇതൊരു പാർക്ക് ആൻഡ് സെയിലാണ്. ഇപ്പൊ ഇതിന്റെ കസ്റ്റമർ പറഞ്ഞ് നമ്മൾ റെഡി ക്യാഷ് കിട്ടിയാൽ 3,25,000 ഉറുപ്പ്യക്ക് എന്നോട് കൊടുക്കാനുള്ള ഒരു ഓഫർ പറഞ്ഞിരിക്കണേ. 3.25. എന്നാൽ ഈ കസ്റ്റമറിന് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഏറ്റവും ചീപ്പ് വിലക്കാണ് കൊടുക്കണേ. 3.25 കൊടുക്കാം. ഓപ്ഷനാണ്. പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം ക്ലിയർ. 13 മോഡല് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. തട്ടില മുട്ടലും
ഒന്നുമില്ല. ഓക്കെ നല്ലൊരു വണ്ടി. 3.4 അല്ലേ? അടുത്തൊരു വാഗണറിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. 2010 മോഡലാണ്. നമുക്ക് പുതിയ പേപ്പറൊക്കെ എടുത്തിക്കണ്. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി 1.30 നമ്മൾ ചോദിച്ചിട്ട് കുറേ ആയി. ഒരു 5000 രൂപ വീണ്ടും കുറച്ച് ഒരു 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം കേട്ടോ. അടുത്ത തവണ നമുക്കൊരു 800 ആണ്. MPF ആണ് അതോ 2007 ആണ്. ഇതിന് പ്രത്യേകത AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുള്ള ഇത് 55 രൂപ. 55 രൂപ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് അല്ലേ? അടുത്ത നമുക്ക് നാനോ. ഇത് ടിസ്റ്റ് അല്ലായിരുന്നു? ഇത് ടിസ്റ്റ് 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ. 32,000 ഓടിയ ഫുൾ ഓപ്ഷൻ വണ്ടി. നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അട്രാക്ഷൻ വെറും 32,000 കിലോമീറ്റർ മാത്രം. സിംഗിൾ ഓണർഷിപ്പ് ഒരു റീപ്ലേസും ഇല്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഡിക്ക് തുറക്കണത് നാന ചോദിച്ചിട്ട് നല്ല കസ്റ്റമർ വരുന്നുണ്ട്. 3-4 നാന വെച്ചതൊക്കെ പെട്ടെന്ന് പോയി. അതുകൊണ്ട് ആദ്യം വരുന്നവർക്ക് നമുക്ക് ഒരു 1.15 ചോദിക്കണത്. ചെറുതായിട്ടൊക്കെ നീക്കുപോക്കൾ ചെയ്യും. ഇഷ്ടപ്പെട്ട നമുക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ കുറവ്. ഞാൻ നല്ല കസ്റ്റമർ വരുന്നുണ്ട് ഇപ്പോൾ. അടുത്തതാണ് നമുക്കൊരു സെനസ്റ്റിലാണ്. 2010 ആണ്. ഇത് LX ആണ്. ഇതും 90,000 റുപ്യയിൽ കൊടുക്കാം. ഇതിന് മെയിൻ ക്ലാസ്സിന് ഒരു പൊട്ടുണ്ട്. മാറ്റിട്ടൊന്നുമില്ല, അതേ സെയിം തന്നെ. പുതിയ പേപ്പർ എടുത്തേക്കണ്. പുതിയ പേപ്പർ. പിന്നെ സീരീസ് ഇഞ്ചനാ. 90 പെട്ട 6 വണ്ടി പറഞ്ഞതിൽപ്പെട്ട ഒരു വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് റേറ്റ് പറഞ്ഞത് 90 രൂപ. 90 രൂപ അല്ലേ? യെസ്. അടുത്തത് നമുക്കൊരു എത്തിയോസ് ആണ്. സെഡാനാണ്. നമുക്കൊരു ഫാമിലിയെ സംബന്ധിച്ച് ലോ മെയിൻ്റെനൻസും അത്യാവശ്യം ഒരു 18-20 മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? എങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇതിന് പ്രത്യേകത വെച്ചാല് നമ്മൾ വീട്ടിൽ 5 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് സെക്കൻഡ് ഓണറാ. സാധാരണ റീവണ്ടിക്ക് 6 ഓണർ 5 ഓണറൊക്കെ ആയിട്ടുണ്ടാവും. ഇവര് 5 വർഷമായിട്ട് എൻ്റെ മകൻ്റെ പേരിലുള്ള വണ്ടിയാണ്. നമ്മളിത് കൊടുക്കാൻ കാരണം 7 സീറ്റർ ആക്കേണ്ട ഒരു ഉദ്ദേശം വെച്ചിട്ട് ആൻഡ്രോയിഡ് സെറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നമ്മളിതിട്ട് എല്ലാ സ്ഥലത്തും പോണ വണ്ടിയാണ്. ഇതിന് 3 ലക്ഷം റുപ്യ കൊടുക്കാം. ഇതിന് നമുക്ക് ലോണൊക്കെ എത്ര? ലോൺ ഇത് എങ്ങനെ 2.5 കയറും എന്തായാലും കിട്ടും. അലൈവീലുണ്ട്, ടയർ ഭാഗം ഉണ്ട്. ഒരു 19 രൂപ വണ്ടി സുഖമായിട്ട് നമുക്ക് 50 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാം. വണ്ടി ഇറക്കാം. 2.25 കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നുണ്ടായിരുന്നു ബിസ്മിയിലായിരുന്നു. ലൊക്കേഷൻ ഇവിടുന്ന് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള ഓലപ്പീടികയാണ്. തീരദേശ ഹൈവേയിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവർ വീണ്ടും കാണാം. സ്മിറിയാസ് സൈനിങ് ഓഫ്.